നമസ്കാരം. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലെ? എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചൂട്? ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അല്ലെ ഇപ്പൊ ദേ ഇവിടെ തന്നെ രാവിലെ കുളി കഴിഞ്ഞാൽ പോലും വേർത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഇന്നേ നിങ്ങളുടെ അടുത്തൊരു കാര്യം സംസാരിക്കാന്ന് വിചാരിച്ച് മറ്റൊന്നുമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ എന്തായാലും മരിക്കും അല്ലെ? ജനനം മരണം ഇത് രണ്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നറിയാം. പക്ഷെ ഇതിനിടയില് നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ വേണ്ട വിധം ചെയ്യാത്തതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ജീവിക്കുക എന്നുള്ളത്. ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനകത്ത് വേറൊരാൾക്കും കൈകടത്താനോ അല്ലെങ്കിൽ വേറൊരാൾക്കും അത് വേണ്ട എന്ന് പറയാനോ നമുക്ക് തന്നെ അത് അവസാനിപ്പിക്കാനോ അവകാശമില്ലാത്ത, ജീവിച്ചു തീർക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. അതെത്രയാണോ ദൈവം തന്നിരിക്കുന്ന ഒരു ആയുസ്, അത് മുഴുവനും നമ്മൾ ജീവിക്കുക. ഇനി ഇതിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ജീവിക്കുക, മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുക. രണ്ട്, സന്തോഷമായിട്ട് ഓരോ ദിവസത്തെയും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? അപ്പൊ സ്വാഭാവികമായിട്ട് ഉത്തരം വരും, അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ, ജീവിത സാഹചര്യം ഇതുപോലെയാണ്. ചിലർ സന്തോഷമായിട്ടിരിക്കുന്നതും ചിലർ കഷ്ടപ്പെട്ടിരിക്കുന്നതും എന്നൊക്കെ പറയും. ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാലേ, കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ്, യുവ അഭിഭാഷകനാണ്, അദ്ദേഹം കോടതി കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത ആ ഒരു കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്, എന്റെ പപ്പ ജയിച്ചു, ഞാൻ തോറ്റു. അതായത് പപ്പയ്ക്ക് വേണ്ടി, പപ്പയുടെ കർശനമായ നിലപാടുകളായിരുന്നു ചെറുപ്പകാലം തുടങ്ങി അദ്ദേഹം കൊടുത്തിരുന്ന ശിക്ഷ, അദ്ദേഹത്തിൻ്റെതായ ഇഷ്ടങ്ങൾ, ഇതെല്ലാം അനുസരിച്ച് വളരുന്ന ഒരു മകന് തന്റെ ജീവിതത്തിൽ ഒന്നും നേടാനായില്ല എന്ന ഒരു കുറ്റബോധത്താൽ താൻ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ കുറെ പേരുടെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടും കേട്ടും ഒക്കെ വന്നു കഴിയുമ്പോഴാണ് എന്താ പറയുന്നത്, വിടരുന്നതിന് മുമ്പ് കൊഴിയുന്ന യൗവനങ്ങള്. അപ്പോ ഇതിനകത്ത് ഒരു പഴമയുടെ സൈഡും പുതിയൊരു, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള ഒരു കാര്യവും വെച്ചിട്ട് ഞാൻ പറയാം. പണ്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളിൽ പറയും, അവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. കഴിഞ്ഞ ജന്മം, മുജ്ജന്മം, അതുപോലെ ഇനി വരാൻ പോകുന്ന ജന്മം എന്നൊക്കെ പറഞ്ഞ് അതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയില്ല, ആത്മാവിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ്. അത് എത്ര ശാസ്ത്രം വളർന്നു എന്ന് പറഞ്ഞാലും പരലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, മരിച്ചുപോയ ആളുകളുമായിട്ട് നമുക്ക് അവിടെ എങ്ങനെയുണ്ട് എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു സൗകര്യം ഇന്നത്തെ കാലത്ത് പോലും അത് ഡെവലപ്പ് ആയിട്ടില്ല. അതൊരു കാര്യം. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ഇങ്ങനെ നേരത്തെ കൊഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നതിനെ പണ്ടുള്ളവർ ഉപമിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ജ്യോതിഷത്തിലൊക്കെ. അത് ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇപ്പൊ നമുക്ക് ഒരു 60-70 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് തന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് വിട്ടു എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കിവിടെ നമ്മുടെ ജീവിതം ഒട്ടും ഹാപ്പി അല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അടിക്കടി വന്നുകൊണ്ടിരുന്നപ്പോ 30-ാമത്തെ വയസ്സിൽ ഒരാള് ജീവിതം അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കുക. അടുത്ത ജന്മെങ്കിലും നല്ല ജന്മം ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം, ചിലപ്പോ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഈ പോയിരിക്കുന്ന ഒരു വ്യക്തി. ഇനി അതിന്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്, നമ്മളൊരു ശിക്ഷ, ഒരു ജയിൽ ശിക്ഷ കിട്ടി, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ജയിലില് ഒട്ടും തന്നെ പറ്റാതെ അദ്ദേഹം നിരന്തരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു ദിവസം ജയിൽ ചാടണം, ഇവിടെ ഒട്ടും പറ്റില്ല. അങ്ങനെ ജയിൽ ചാടി എന്ന് വിചാരിക്കുക. ആ ജയിൽ ചാടിയ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത് കിട്ടുമോ? ഇല്ല. കാരണം എപ്പോ വേണമെങ്കിലും താൻ പിടിക്കപ്പെടാം. താൻ ആരുടെയൊക്കെയോ ഒളിവിലും മറവിലും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ആരുടെയും മുമ്പേ പോകാൻ പറ്റില്ല, കുടുംബാംഗങ്ങളുടെ അടുത്ത് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒരിടത്ത് പോകാൻ പറ്റില്ല, കാരണം എപ്പോ വേണമെങ്കിലും താൻ പിടിക്കപ്പെടാം. ഈ ഒരു ചിന്ത തന്നെയായിരിക്കും, അതായത് സ്വസ്ഥമില്ലാത്ത മനസ്സ്. അപ്പൊ ഈ ജന്മത്തില് നമ്മൾ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, സ്വസ്ഥതയില്ലായ്മയും സമാധാനം ഇല്ലായ്മയും വരുമ്പോ പലപ്പോഴും ജ്യോതിഷത്തിലൊക്കെ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ മുജ്ജന്മ പാപമാണ്, മുജ്ജന്മത്തിൽ ഇതുപോലെ ആയുസ് തീരുന്നതിന് മുമ്പ് അവസാനിപ്പിച്ച്, അതായത് സ്വയം കൊല്ലുക എന്ന് പറയുന്നത് ഒരു പാപമാണല്ലോ, ആ പാപം ചെയ്തതിന്റെ അനുഭവമാണ് നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്നൊക്കെ പറയും. ഇനി ഇതിനെ മോഡേൺ സയൻസുമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ജെൻസി പിള്ളേരുടെ ഒരു യുഗത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഏറ്റവും കൂടുതൽ 15 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ നിരക്ക് വളരെ കൂടുതലാണ്. ഇഷ്ടപ്പെട്ട ബൈക്ക് കിട്ടിയില്ല, ഫോൺ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിച്ചില്ല,
അല്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്ക് പറയും, ചെറിയതൊന്നുമല്ല, നമുക്ക് ചെറുതാണ്, അവർക്കത് വലുതായതുകൊണ്ടാണല്ലോ അവരത് ചെയ്യുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് അവരും ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളൂ, മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താ, പിന്നെയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നമ്മൾ സ്വർഗം നരകം എന്നൊക്കെ പറയും. ഈ സ്വർഗവും നരകവും ഒക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ പോയവരുമായിട്ട്, നമ്മുടെ മുത്തച്ഛന്മാരായിട്ടോ നേരത്തെ പോയിട്ടുള്ളവരുമായിട്ടോ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇല്ല. അവിടെ എന്താണ്, എങ്ങനെയാണ്, അവർ അടുത്തൊരു ജന്മം എടുത്തോ? അറിയില്ല. ഒരു ആത്മാവ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ലയിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മറ്റൊന്നിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന എന്താണ് ഈ പറയുന്ന പക്ഷികളിലും അല്ലെങ്കിൽ ചെറിയ പ്രാണികളിലും പൂച്ചയായും ഒക്കെ വരുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരാണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല, അല്ലെ? അപ്പോ ഇത്രയേ ഉള്ളൂ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ഏത് രീതിയിലാണേലും. ഇനി ആത്മഹത്യ എന്ന് പറയുന്നത് എപ്പോഴും പറയും ഒരൊറ്റ ചിന്തയിൽ തോന്നുന്നതാണെന്ന്. അല്ല, ഒരൊറ്റ പ്രവൃത്തിയിൽ തോന്നുന്നതാണ്. ചിന്ത നിരന്തരമായിട്ട് അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ അവർ നടത്തിയിട്ടുണ്ട്. പെട്ടെന്നൊരു തോന്നലിൽ ചെയ്തു കൂട്ടുന്നതല്ല. തോന്നൽ എന്ന് പറയുന്നത് ചിന്ത ഇതിനു മുമ്പേ ഉണ്ട്. ജീവിക്കണ്ട, മടുത്തു, ഇങ്ങനെയുള്ള തോന്നലുകൾ നേരത്തെ വരാം. പക്ഷെ ഇതാരുമായും അവർ ഷെയർ ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് പ്രശ്നം. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവും, നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി ആരും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവര്, അതും ഒരു കണക്കിന് വാസ്തവം തന്നെയാണ്. ഈ ലോകത്ത് ആരും ആരുടെയും സ്വന്തമൊന്നും അല്ല. ജന്മം കൊടുത്തു എന്ന കാരണത്താൽ മാത്രം ഒരാളും അച്ഛനും അമ്മയും ആകുന്നില്ല. ജന്മം കൊടുത്തില്ലെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ കിട്ടുന്ന മക്കളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവനവന് വേണ്ടി ജീവിക്കുക. ഇത് ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യം ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഭാഗ്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തായാലും ജീവിക്കണമല്ലോ. ആ ജീവിതത്തെ ആസ്വാദ്യകരമാക്കി മാറ്റുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ശ്രമിച്ചാൽ പറ്റുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. നേരത്തെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ദുഃഖിക്കുന്ന ഏത് കാര്യത്തിലാണെന്നറിയോ? കമ്പാരിസൺ ആണ്. എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും നമ്മുടെ ജീവിതത്തെ. അതും കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാ? നമ്മളെക്കാൾ എല്ലാ നിലയിലും ഉള്ള വ്യക്തികളുമായിട്ട്. ഈ കമ്പാരിസൺ എപ്പോഴും നമുക്ക് പ്രയോജനം ചെയ്യില്ല എന്ന് മാത്രമല്ല, നമ്മളെ തളർത്തുകയേ ഉള്ളൂ. ഇപ്പോ കുറച്ചൊക്കെ ആയിട്ട് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളും ഒക്കെ പഠിച്ച് അറിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് സന്തോഷത്തിന്റെ ഫാക്ടറി നമ്മൾ തന്നെയാണ് എന്നും, സന്തോഷം വേറൊരാൾ തരുന്നതല്ല, നമ്മൾ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നും മനസ്സിലാക്കിയത്. അങ്ങനെ മറ്റുള്ളവരെ പഴിചാരുന്ന, കുറ്റപ്പെടുത്തുന്ന ശീലമൊക്കെ നിർത്തി നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെയെങ്കിലും ഒരു മാറ്റം എന്നിൽ വരാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ 100% മാറ്റം വന്നു എന്നൊന്നുമല്ല, പക്ഷെ കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നതും ആ റിയൽ ഹാപ്പിനെസ് എന്താണ് എന്ന് ഒരു പരിധി വരെ തിരിച്ചറിയാൻ സാധിച്ചതും. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇങ്ങനെ എന്തിനും നമുക്കിടയിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് ജീവിതം ആർക്കും ഹാപ്പി അല്ല എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് എത്ര മനുഷ്യരുണ്ടാകും? അത്രയും തന്നെ ചിന്തിച്ചാൽ പോരെ. നമ്മൾ രാവിലെ ഇറങ്ങി വൈകിട്ട് തിരിച്ച് വീട്ടിൽ കയറുന്നവരെ എത്രയോ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെക്കാൾ ഉയർന്ന നിലയിലുള്ളവരുണ്ട്, നമ്മുടെ അത്ര പോലും എത്താത്ത ആളുകളുണ്ട്, അല്ലെ? അപ്പോ നമ്മളുടെ താഴേക്ക് കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുന്നത്. ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയല്ലോ, എനിക്കൊരു അല്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ടല്ലോ, അച്ഛനമ്മ എന്ന് വിളിക്കാൻ ഒരാളുണ്ടല്ലോ, ഭർത്താവ് ഉണ്ടല്ലോ, മക്കളുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇത് ഇല്ലാത്തവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. ഇനി ഒന്നും വേണ്ട, ഇവരാരും പോരാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നമ്മളുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയാൻ തോന്നുന്നത്, പല രീതിയിലും ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകള് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോവുക, ജീവിതത്തിന്റെ സന്തോഷം അറിയാതെ നാളെ ഒരു കാലത്ത് നമ്മൾ കുറേ നല്ല പ്രായങ്ങൾ തള്ളി നീക്കി ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ വയസ്സാം കാലത്ത് ഇതൊക്കെ നമ്മൾക്ക് കുറ്റബോധം തോന്നിയിട്ട് കാര്യമുണ്ടോ? എന്റെ നല്ല പ്രായം എല്ലാം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു, പിന്നെ നമുക്ക് ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പാൻ ഇത്രയേ ഉള്ളൂ, അല്ലെ? ഒരു 80-90 വയസ്സിൽ തോന്നിയിട്ടൊരു കാര്യവുമില്ല. ഓരോ തലമുറ ചെല്ലുന്തോറും ആയുസിന്റെ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു തന്നെയാണ് വരുന്നത്. അപ്പൊ ഉള്ള കാലം സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പോ ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റും.
അതിന് ഇത്ര ബാങ്ക് ബാലൻസ് വേണമെന്നോ, സന്തോഷമായിരിക്കാൻ ഇത്ര രൂപ ബാങ്ക് ബാലൻസ് വേണമെന്നൊന്നുമില്ല. അതില്ലാത്ത ആളുകൾക്കും സന്തോഷം ഉണ്ടാവും. ബാങ്ക് ബാലൻസ് ഉള്ള ആളുകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പുറമേ നോക്കുമ്പോൾ അവരെല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ ഒരു മനുഷ്യന് എന്തെങ്കിലും തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരല്ല. പിന്നെ അവരെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക? ദൈവം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ചെറുതായിട്ട് ചിന്തിക്കാനുള്ള ടോപ്പിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ചേച്ചി അത്ര ഈസി ആണോ എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈസി ആയിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 2 വർഷം ആവണം ഞങ്ങൾ ഈ മെയ്യിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഫസ്റ്റ് 10 മാസം ആയപ്പോഴത്തേക്കും തന്നെ മോണിറ്റൈസ് ആയി പേയ്മെന്റ് കിട്ടിയിരുന്നു. പക്ഷെ അതെന്തോ ഭാഗ്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ 4000 വാച്ചിങ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ടാസ്ക് അത്ര എളുപ്പമായിരുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് മറ്റുള്ളവരുടെ കയ്യും കാലും പിടിച്ച് ഒരു പരിധി വരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. പക്ഷെ അവരൊന്നും എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പിന്നീട് അവരിറങ്ങി പോകും നമ്മുടെ ചാനലിൽ നിന്ന്. അപ്പൊ നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുക. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമായാൽ അവർ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ എന്റെ പോലെ ഒരു തെറ്റെന്താന്ന് വെച്ചാൽ, ഞാൻ ആരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് എല്ലാ വീഡിയോയിലും പറയാറില്ല. അത് തെറ്റാന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി, അങ്ങനെ പറയണം പോലും. പക്ഷെ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവരത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, ഇനി ഇഷ്ടമല്ലെങ്കിൽ അവരത് ചെയ്യേയില്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ പറയണം പോലും. അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്